all, good morning. Again, I'm going to make a special banana loaf. ആദ്യം എടുക്കേണ്ടത് 2 നല്ല പഴുത്ത ബനാനാസ്. ഒരു ഫോർക്ക് യൂസ് ചെയ്ത് ഈ ബനാനാസിനെ നന്നായിട്ട് മാഷ് ചെയ്യണം. ഇതേപോലെ നന്നായിട്ട് മാഷ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഈ ചെയ്യേണ്ടത് ഒരു ബൗൾ എടുക്കുക. ഈ റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്ത 3 മുട്ട എടുക്കുക. ഈ 3 മുട്ടയും ഞാൻ പൊട്ടിച്ച് ഇനി ഇതിലോട്ട് ഒഴിക്കുകയാണേ. ഒരു വിസ്ക് എടുക്കുക. നന്നായിട്ട് ഈ മുട്ടയെ ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് യോജിച്ച് നല്ലവണ്ണം ബീറ്റ് ചെയ്യുക. മാഷ്ഡ് ബനാന ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക. കുറച്ച് വാനില ബീൻ പേസ്റ്റ് ആഡ് ചെയ്യണേ. 2 tablespoon maple syrup add ചെയ്യണേ. 1 2 extra virgin coconut oil 1 tablespoon. Baking powder half teaspoon. Half cup ground almond. അതായത് നമ്മുടെ almond flour. half cup ആണ്. ഇനി 2 cups of oats flour. oats flour ഞാൻ വീട്ടിൽ തന്നെ ചെയ്തതാ. അതായത് 1 cup then 1 more cup. and 2 cups oats flour ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ബാറ്റർ കുറച്ചുകൂടി ഹെൽത്തി ആക്കുന്നതിന് വേണ്ടി ചോപ്ഡ് ഡേറ്റ്സ് നല്ല ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചോപ്ഡ് ഡേറ്റ്സ് ഹാഫ് കപ്പ്. ബാറ്റർ കുറച്ചൊന്ന് ലൂസൻ ചെയ്യാൻ വേണ്ടി 1 tablespoon ആൽമണ്ട് ഓയിൽ. 1/4 കപ്പ് വാൾനട്ട് പീസസ്. 1/4 കപ്പ് ഡ്രൈഡ് ഫ്രൂട്ട് മിക്സ്. ഒരു കേക്ക് ടിൻ എടുത്തു. ഈ ബാറ്ററിനെ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. കേക്ക് ടിന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി അവന് വെക്കാൻ പോകുന്നു. അവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സ് നേരം വച്ചിരിക്കാം. നമ്മുടെ കേക്ക് ഈസ് റെഡി ഹിയർ. നമുക്ക് എടുത്തു നോക്കാവേ. സൈഡിൽ കുറച്ചൊന്ന് വലുതായിട്ടുണ്ട്. നല്ല ബനാന ലോഫിന്റെ മണം. കട്ട് ചെയ്തരട്ടെ? കട്ട് ചെയ്യട്ടെ. ഒരു പീസ് കേക്ക് കഴിച്ചിട്ട് പോവാം. നല്ല അടിപൊളി ബനാന ലോഫാണ്. നല്ല ഹെൽത്തി ബനാന ലോഫ്. കം വാ ഓക്കെ. കാണാവോ എങ്കിൽ ചൂട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റും. വെറുതെ പറയല, നമ്മൾ വീട്ടുണ്ടായി കഴിക്കുമ്പോൾ അടിപൊളി രുചിയാണ്. ചെയ്ത് നോക്കാം. നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെങ്കിൽ വലിയൊരു പീസ് കട്ട് ചെയ്ത് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. സോ ഈ റെസിപ്പി എല്ലാവരും ചെയ്ത് നോക്കാം. ഞാൻ ചെയ്താൽ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും സജഷൻസ് പറയണമെങ്കിലോ മറക്കാതെ കമന്റ്സ് പറഞ്ഞു തരണേ. അപ്പം എല്ലാവർക്കും ബൈ ബൈ.